നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ശക്തമായ ഇടിമിന്നലിൽ മുൻ ചാവക്കാട് നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ഐനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യ 18-ാം വാർഡ് മുൻ കൌൺസിലറായ സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ മുറിയിലെ മേൽക്കൂര തകർന്ന് സിമന്റ് കഷ്ണങ്ങൾ ഇവരുടെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യുതി മീറ്റർ ബോർഡ് പൊട്ടിത്തെറിച്ചു. വീടിന് മുകളിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്കിലേക്ക് പോയിരുന്ന പൈപ്പുകളും വീടിന്റെ മുകളിലെ വാർപ്പും പൊട്ടിയിട്ടുണ്ട്. സമീപത്തുള്ള വീടിനും കേടുപാട് സംഭവിച്ചു. ശക്തമായ ഇടിമിന്നലിൽ ഒരുമനയൂരിൽ റെസ്റ്റോറന്റ് കത്തിനശിച്ചു. ഒരുമനയൂർ കഴുത്താക്കലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കായലോരം എന്ന റെസ്റ്റോറന്റാണ് ഇന്ന് പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ കത്തിനശിച്ചത്. പുലർച്ചെ 3:30 സംഭവം. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും സ്പാർക്ക് അടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ റെസ്റ്റോറന്റ് പൂർണ്ണമായും കത്തി. വലിയ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് റെസ്റ്റോറന്റ് കത്തുന്നത് കണ്ടത്. റെസ്റ്റോറന്റിന്റെ മുകൾ ഭാഗം ഓല കൊണ്ട് മേഞ്ഞതായിരുന്നു. സമീപത്തെ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും തകർന്നിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. വാർഡ് മെമ്പർ നഷ്റയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. ഏകദേശം 25 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായി റെസ്റ്റോറന്റ് നടത്തിപ്പുകാർ പറഞ്ഞു. നമ്മള് പുലർച്ചെ 5 മണിക്കാണ് വിളിച്ച് പറയണത്. പിന്നെ ഇത് ഈ പോസ്റ്റില്ല, ഇതൊക്കെ നമുക്ക് കെട്ടാൻ പറഞ്ഞിട്ടുള്ളതാണ് അവരോട്. ഈ ലൈൻ കമ്പിയൊക്കെ അത് കൂട്ടിമുട്ടാണ്ടിരിക്കാനൊക്കെ കെട്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ആറുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പാർക്ക് വരും. പിന്നെ അവിടെ നിന്നാണ് ആ ലൈനിൽ നിന്ന് ആ പോസ്റ്റിൽ നിന്നാണ് സ്പാർക്ക് വന്നില്ല. അവിടെ ഒന്നും ഈ കണക്ഷൻ ഇട്ടിട്ടില്ല. അവർ ഇവിടത്ത് ഇങ്ങനെ കൂട്ടിമുട്ടിക്കാനുള്ളത് ജോയിൻ്റ് ഇട്ടിട്ടില്ല. അവിടെ നിന്ന് വന്നിട്ട് ഫ്രണ്ട് സൈഡാണ് കത്തിയിട്ടുള്ളത്. പിന്നെ ഇത് കിട്ടുമ്പോൾ നമുക്ക് തരിശായിട്ടാണ് കിട്ടിയത്. അത് നമ്മൾ വെച്ച് കെട്ടി ഉണ്ടാക്കിയതാണ്. 10-25 ലക്ഷം റുപ്യ അടുത്തായിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് മണ്ണടിച്ച് തൂർത്ത് അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. കുന്നംകുളം നഗരമധ്യത്തിൽ 2 KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. തൃശൂർ റോഡിൽ ഇന്ന് പുലർച്ചെ 2:30 അപകടമുണ്ടായത്. ബസ്സുകളിൽ ഉണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. പട്ടാമ്പി ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സും തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന മറ്റൊരു KSRTC ബസ്സുമാണ് കുന്നംകുളം ഒനീറോ ജംഗ്ഷനിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഭാഗത്തു നിന്നും വന്ന ബസ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്നും വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 ബസ്സുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. കുന്നംകുളം, നന്മ, ട്രാഫിക്, അർബൻ ബാങ്ക് എന്നീ സംഘടനകളുടെ ആംബുലൻസുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. 15 പേരെയും ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പുലർച്ചെയായതിനാൽ റോഡിൽ മറ്റു വാഹനങ്ങൾ കുറവായത് അപകട സാധ്യത ഒഴിവാക്കി. കുന്നംകുളം പോലീസ് സംഭവത്തിൽ കേസെടുത്തു. ടാർ മിക്സിംഗ് പ്ലാന്റ് തടഞ്ഞ BJP പ്രവർത്തകർ. പോർക്കുളം പഞ്ചായത്തിലെ പാറയമ്പാടം അഗതിയൂർ റോഡ് ടെൻഡർ എടുത്തിട്ട് 2 വർഷത്തിലധികമായിട്ടും പണി തുടങ്ങാത്തതിനെ തുടർന്ന് കരാറുകാരന്റെ കല്ലഴിക്കുന്നിലെ ടാർ മിക്സിംഗ് പ്ലാന്റാണ് BJP പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. കരാറുകാരനെ വിളിച്ചുവരുത്തി മെയ് 4-ാം തീയതി പണി തുടങ്ങും എന്ന ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. BJP കുന്നംകുളം മണ്ഡലം ട്രഷറർ വിഗീഷ്, പഞ്ചായത്ത് അധ്യക്ഷൻ വിനോദ് കുമാർ, സദാനന്ദൻ, സോമൻ അക്കിക്കാവ്, സുജിത് അഗതിയൂർ, സുധീർ പോർക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കടങ്ങോട് വെസ്റ്റ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ SKSBVയുടെ നേതൃത്വത്തിൽ കരുതിവെക്കാം ജീവന്റെ തുള്ളികൾ നാളേക്കായി എന്ന പ്രമേയത്തിൽ നടക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ മദ്രസ തല ഉദ്ഘാടനം നടത്തി. കടങ്ങോട് വെസ്റ്റ് മുഖ്യപീടികയിൽ നടന്ന പരിപാടി മഹല്ല് ഖത്തീബ് ബഷീർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KS സലാം അധ്യക്ഷനായി. SKSBV റേഞ്ച് കൺവീനർ യഹിയ ഫൈസി മുഖ്യാതിഥിയായി. KB മുഹമ്മദ് കുട്ടി, NA അബൂബക്കർ, VM അബൂബക്കർ, NA മുഹമ്മദ് അലി, മുഹമ്മദ് ഹക്കീം, അജ്മൽ എന്നിവർ സംസാരിച്ചു. മന്ദലാംകുന്ന് എടയൂർ മുനീറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ചവർക്ക് ആദരം നൽകലും തണ്ണീർക്കുടം സമർപ്പണവും നടത്തി. സമസ്ത പൊതുപരീക്ഷയിൽ അണ്ടത്തോട് റേഞ്ച് തലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ടോപ്പ് പ്ലസ് കരസ്ഥമാക്കിയ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റന ഫാത്തിമ അബൂബക്കറിനെയും ഡിസ്റ്റിങ്ഷൻ നേടിയ മറ്റു വിദ്യാർത്ഥികളെയും ഉസ്താദ് നിസാർ ദാരിമിയെയുമാണ് ആദരിച്ചത്. SKSBV നിർദ്ദേശപ്രകാരമുള്ള തണ്ണീർക്കുടം സമർപ്പണവുമുണ്ടായി. വടക്കേക്കാട് CI
പി ജസ്റ്റിന്റെ ഉദ്ഘാടനം ചെയ്തു. മദ്രസ വൈസ് പ്രസിഡന്റ് ഹുസൈൻ എടയൂർ അധ്യക്ഷത വഹിച്ചു. മന്ദലാംകുന്ന് മഹല്ല് ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്താദ് മൻസൂർ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. അണ്ടത്തോട് റേഞ്ച് ജനറൽ സെക്രട്ടറി ഉസ്താദ് സ്വാലി ഫൈസി, മദ്രസ ജനറൽ സെക്രട്ടറി അബു കണ്ണാണത്ത്, അക്കാദമിക് കോർഡിനേറ്റർ MP ഇക്ബാൽ മാസ്റ്റർ, ട്രഷറർ അബൂബക്കർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ തൊഴിലാളി സമൂഹത്തിന്റെ നട്ടെല്ലായ INTUC സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ശബ്ദം ഉയർത്തിയ ഒരേയൊരു തൊഴിലാളി പ്രസ്ഥാനമാണെന്ന് മുൻ MLAയും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം പറഞ്ഞു. INTUC തൃത്താല റീജിയൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃത്താലയിൽ നടത്തിയ മെയ്ദിന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. INTUC തൃത്താല റീജിയണൽ പ്രസിഡന്റ് TP മണികണ്ഠന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി, UDF നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ TK സുനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ PV മുഹമ്മദ് അലി, K ബാബുനാസർ, P മാധവദാസ്, P ബാലൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ 9-ാം വാർഡ് വെങ്ങിലശ്ശേരിയിൽ വീട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. ഒലക്കെങ്കിൽ ആനമുട്ടി ഷീല ബെനഡിക്റ്റിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ചായ്പിലാണ് പാമ്പിനെ കണ്ടത്. നായ കുരയ്ക്കുന്നത് കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. വാർഡ് മെമ്പർ ബദുൽ സൈമന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഫോറസ്റ്റ് റെസ്ക്യൂ ഫോഴ്സ് അംഗം അഷ്റഫ് പഴവൂർ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. നാലര പതിറ്റാണ്ടായി തൊഴിലാളികളുടെ നേതാവായി പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് TK ദേവസിയുടെ 90ാമത് ജന്മദിനം എരുമപ്പെട്ടിയിലെ INTUC ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. യൂണിയന്റെ വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിച്ചത്. യൂണിയൻ രൂപീകരിച്ച് 1980 മുതൽ 45 വർഷം അദ്ദേഹം യൂണിയന്റെ പ്രസിഡന്റായിരുന്നു. പൊതുയോഗം യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS സുനീഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MC ഐജു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ്, INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട, MM സിറാജ്, രാജീവ് KV, വിൻസെന്റ് TM, ഗിരീഷ് NM തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് TK ദേവസി, വൈസ് പ്രസിഡന്റ് PS സുനീഷ്, ജനറൽ സെക്രട്ടറി MC ഐജു, ജോയിന്റ് സെക്രട്ടറി സിറാജ് MM, യൂണിറ്റ് ലീഡർമാർ OK വിനോദ്, ET ഫിലിപ്പ്, MS ബഷീർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.